ഞാനൊരു മസ്ലഹത്തിനിരുന്നവനാ. വലിയ ഒരു കോടീശ്വരന്റെ കല്യാണം, 101 പവനും കാറൊക്കെ കൊടുത്ത കല്യാണമായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ ചർച്ചകളും പോയി അവസാനം ഈ 101 പവനും കാറും തിരിച്ചു വാങ്ങണമല്ലോ. അപ്പൊ പിന്നെ അഡ്വക്കേറ്റുമായിട്ട് 10-40 പേരുണ്ട് 2 കുടുംബത്തിൽ നിന്ന് പള്ളി വന്നു. ഞാൻ നോക്കുമ്പോ ഭയങ്കര ബഹളം നടക്കുന്നു. ഞാൻ മിണ്ടിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്തേ ഒന്നും മിണ്ടാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, ആ പയ്യനോടും പെണ്ണിനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ തന്ത പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി ആരും സംസാരിക്കണ്ടെന്ന്. ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇനി ആരും സംസാരിക്കണ്ട. ഉടനെ പയ്യന്റെ വാപ്പ പറഞ്ഞു, ഇപ്പൊ എന്താ ഉസ്താദ് സംസാരിച്ചപ്പോ എന്താ കുഴപ്പം? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അങ്ങാരോടുള്ള ദേഷ്യം കണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടി പിന്നെ വഴക്കായി. അങ്ങനെ ഒരു 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു. ഇതിന് രണ്ടിനെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ മദ്രസയുടെ മുകളിൽ പോയി. മദ്രസയുടെ മുകളിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. അല്ലാഹുവേ, അന്നേ ചോദിച്ചുള്ളൂ, പിന്നെ ജീവിതത്തിൽ ആരോടും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ആ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവരങ്ങോട്ട് തുടങ്ങിയതാത്താ, റഹ്മാനായ അല്ലാഹ്, അവിടെ ബദർ ഉഹദും ഒക്കെ നടന്നടോ, ഈ അകത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് പുറത്തിറക്കണ്ടേ? അവിടെ എന്ത് ഉസ്താദ്, എന്ത് ഖതീബില്ലേ. ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഞാൻ മിണ്ടാതിരുന്നു, പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു. 2 പേരും അങ്ങോട്ട് വിയർത്തു. ഇത്തിരി വെള്ളമെല്ലാം കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എടാ അനിയ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടടാ, ഭാര്യയും ഭർത്താവും അല്ലേടാ, ഇത്രയും കാലം ജീവിച്ചതല്ലേ, പോട്ടെ, ഒരു അവസരം കൂടെ കൊടു. ഇവളെയോ, ഇവളുടെ കൂടെ ജീവിക്കാനോ? സുബ്ഹാനല്ലാഹ്, ഞാനില്ല ഉസ്താദെ. അവസാനം എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലായി ഇവര് പിരിയുമെന്ന്. അപ്പൊ ഞാൻ അവസാനത്തെ അടവെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു, താഴെ ചെന്ന് എഴുതി ഒപ്പിട്ടാൽ നിങ്ങൾ 2 പേരും 2ആയി. അതുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാം പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടില്ലേ, എന്തായാലും പൊരുത്തൊന്ന് കെട്ടിപ്പിടിച്ചു, പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിക്കും. ഇപ്പൊ ഭാര്യയും ഭർത്താവുമാണല്ലോ. 2 പേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിമാന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിയിട്ട് ആ ഡോറങ്ങ് അടച്ചു. ഞാൻ ഇങ്ങനെ വെളിയിൽ കാത്തു നിൽക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ലടോ. എനിക്ക് ആകെ ടെൻഷനായി. അല്ലാ, താഴെ എന്നെ വെട്ടാനുള്ള ആള് റെഡിയാ. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ലേ, എൻ്റെ അനുഭവം പറഞ്ഞേ. 5 മിനിറ്റ് കഴിഞ്ഞു, 7 മിനിറ്റ് കഴിഞ്ഞു. നീയിപ്പോൾ ഇതിനകത്ത് എന്താ? ഞാൻ ഉടനെ വാതിലിങ്ങോട്ട് തെള്ളി തുറന്നു. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ 2ഉം കൂടെ കെട്ടിപ്പിടിച്ച് ഇന്ന് കരയുന്നുണ്ട്. ഞങ്ങളെ പിരിപ്പിക്കൽ ഉസ്താദേ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഈ കബറുംകാട്ടിലൂടെ ഒരു വഴിയുണ്ട്, ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിച്ചോ, വീട്ടിൽ പോയേക്കില്ലെന്ന്. 2നെ അതിലേ പറഞ്ഞു വിട്ട് കളഞ്ഞു. അള്ളാഹു സന്തോഷമുള്ള ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ജീവിക്കാൻ സമ്മതിക്കാത്തതാരാ? വാപ്പയും ഉമ്മയും. വാശിയടോ, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പെങ്ങളെ. നിന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. നീ വിചാരിക്കും നിന്നോടുള്ള പ്രേമം കൊണ്ടാണെന്ന്. കുറച്ച് കഴിയുമ്പോ നീ ബാധ്യതയാകും പെണ്ണെ. ഇതിനവസാനം എവന്റെയെങ്കിലും തലയിലൊന്ന് കെട്ടിവെക്കാൻ നോക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരിമാരെ, കഷ്ടപ്പാട് ജീവിതമെന്ന് പറഞ്ഞ ത്യാഗമാ എന്ന് പറഞ്ഞ എല്ലാം കേട്ടും കൊണ്ടും സഹിച്ചും ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നീ ചോദിക്കും, ഉസ്താദെ എങ്ങനെ ഉസ്താദെ? മോളെ, നബിതങ്ങൾ പറഞ്ഞത്, നിനക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനായിട്ട്, കഞ്ചാവടിക്കുന്നവനായിട്ട്, ചെലവിന് തരാഞ്ഞിട്ട്, ഉപദ്രവിച്ചിട്ട് പോലും മക്കളെ ഓർത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്താൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു കൊടുത്ത ജീവിതം ഇനി എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന പെങ്ങളുണ്ട്. നിനക്ക് അല്ല തരാമെന്ന് പറഞ്ഞത് ആസിയ ബീവിയുടെ പ്രതിഫലം ചെറുതൊന്നുമല്ല. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അപ്പൊ എടോ, മക്കള് പലതും പറയും. ഭർത്താവിന്റെ വീട്ടിൽ നിന്റെ കൊട്ടാരം പോലെയുള്ള വീട് അവിടെ ഉണ്ടാകണമെന്നില്ല. നിന്റെ വീട്ടിൽ തിന്നുന്നത് പോലെ തിന്നാൻ അവിടെ ഉണ്ടാകണമെന്നില്ല. മരുമകൻ സമ്പന്നനാകണമെന്നില്ല, അവൻ പാവപ്പെട്ടവനായിരിക്കും. മക്കളെ കെട്ടിച്ചു വിടുമ്പോ പറഞ്ഞു കൊടുക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. കഷ്ടപ്പാടാ, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, അല്ലാതെ സിനിമയും സീരിയലും ഒന്നുമല്ല ജീവിതം. ഇത് പറഞ്ഞു കൊടുക്കണം വാപ്പയും ഉമ്മയും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം,
ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? നമ്മുടെ മോളെങ്ങാനും വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ ഇവിടെ ആകെ പ്രശ്നമാ, ബുദ്ധിമുട്ടാ, വണ്ടി വിളിച്ച് ഇങ്ങനെ വന്നേരെ മോളെ, തീർന്നു, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞ് വാരിക്കെട്ടി വന്നേരെ, അല്ലെങ്കിൽ വാപ്പ വണ്ടിയും പറഞ്ഞു വിട്ടേക്ക, നീ വന്നേരെ. ഒരൊറ്റ നിമിഷം തീർന്നു, എല്ലാം മതി, ബന്ധമെല്ലാം കഴിഞ്ഞു. ഇന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. വാപ്പ പറയെല്ലാം വാരിക്കെട്ടി ഇങ്ങനെ വന്നേരെ, വണ്ടി വിളിച്ചു വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ചിലത് വീട്ടിൽ വന്നിട്ടാ പറയുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടടോ ഇന്ന്. ഞാൻ ഉദാഹരണം, എന്നെ ഒരു ചങ്ങാതി എന്നെ കല്യാണത്തിന് വിളിച്ചു. ഉസ്താദ്, എൻ്റെ അനിയൻ്റെ കല്യാണം, നിങ്ങൾ തന്നെ നിക്കാഹ് നടത്തണം, എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓനെ കണ്ടു. കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണമൊക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കണ്ടപ്പോൾ തന്നെ ഒരു മുഴം ജാമ്യം എടുക്കണമല്ലോ. അടുത്തു പോയിട്ട് ഇങ്ങനെ പറഞ്ഞോടാ, അന്ന് വരാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഓളെന്തേടാ? ഓള് പോയി ഉസ്താദേ. എന്ത് പറ്റിയടാ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല, അതുകൊണ്ട് അവളങ്ങ് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല, ഞാൻ തമാശ പറഞ്ഞല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഓള് പോയി. അത് പോന്നെയാ നല്ലത്. അള്ളാഹു ഈമാൻ തരുമാർ, അത് വേറെ വിഷയം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതൊക്കെ ഒരു കാരണമാണോ? എടോ, ഞാൻ ചോദിക്കട്ടെ, എടോ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്? ഞാൻ ഒരു കാര്യം പറയാം സഹോദരിമാരെ, ഈ മുത്തേ ചക്കരെ വാവയെന്ന് വിളിച്ചുകൊണ്ട് നിന്റെ പുറകെ നടക്കണ ഭർത്താവാണെങ്കിൽ ഓനെ വിശ്വസിക്കരുത്. ഇവിടെ കുടുംബജീവിതമായ വഴക്കും ബഹളവും ഏത് വീട്ടിലുണ്ടാകും. മറ്റേത് അഭിനയം, അത് ഒലിപ്പീരെന്ന് പറയാ. അതിനെന്ത് ഇവിടെ എന്താ പറയാ? ഇങ്ങനെ വാവേ, വാവ എൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും. ലൈവാണോടാ ചങ്ങായി? ചുമ്മാതാടോ ഞാൻ പറഞ്ഞത്, ഞാൻ സത്യമാ പറഞ്ഞേ. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ വഴക്ക്, ചട്ടിയും കലവും ആകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ തന്നെ. ഞാനത് പറയാൻ കാരണം, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബിതങ്ങള് കറിയും പാത്രവും ചെന്നപ്പോഴാ ഭാര്യ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചത്. അവിടുത്തെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ബാക്കി പറയണോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നബിതങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. വഴക്കില്ലാതിരിക്കണമെങ്കിൽ അവിടെ ഇല്ലേ ഇല്ലാതിരിക്കണ്ടേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കേ. ആ ഉമർ തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഉമർ എന്ന് പറഞ്ഞ ആരാ? ഉമർ വരുന്ന വഴി കൂടെ പോലും ചെയ്ത്താൻ വരത്തില്ല. ശൈത്താന് പേടിയുള്ള ഒരാളാ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ചെയ്ത്താൻ വരത്തില്ല. ശൈത്താന് പോലും പേടിയാ ഉമറിനെ. ഉമർ തങ്ങള് വരുന്നെന്ന്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞ കരയണ കുഞ്ഞു വരെ കരച്ചിൽ നിർത്തും. ചെയ്ത്താൻ വരുന്ന നമ്മൾ ചെയ്ത്താൻ വരുന്നടാ, ഭൂതം വരുന്നടാ എന്ന് പറഞ്ഞ് നമ്മൾ പറയണ പോലെ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞ കരകണ കുഞ്ഞു നിർത്തും. അത്രയ്ക്കും പേടിയാ ഉമറിനെ. ഉമറിന്റെ ധൈര്യം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ധൈര്യം എന്തെന്നറിയോ? ഒരിക്കൽ പറഞ്ഞു, ജനാസ കബറി കൊണ്ടുവെക്കുമ്പോ 2 മലക്കുകൾ വരും. മൻ റബ്ബുക മൻ ദീനുക ചോദിക്കും. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ ചിരിച്ചു. ഉമർ തങ്ങൾ ഇങ്ങനെ ചിരിച്ചു. എന്തേ ഉമറെ ചിരിക്കണേ? ഒന്നുമില്ല നബിയെ. എന്റെ ഉമറെ നീ ചിരിച്ചേ? എന്റെ അടുത്തെങ്ങാനും കബറി മലക്കുകൾ വന്നിട്ട് എന്റെ മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കേടാ, നിന്റെ റബ്ബ് ആരാ? അത് തന്നെ എന്റെ റബ്ബെന്ന് ഞാൻ പറയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കബറി വരുന്ന മലക്ക് ചോദിക്കാ നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാ ഞാൻ തിരിച്ചു ചോദിക്കും, നിന്റെ റബ്ബ് ആരാടാ? അത് തന്നെ എന്റെ റബ്ബ്. ആ ധൈര്യം ഒന്ന് ചിന്തിച്ചേ. ഈ ഉമർ തങ്ങളുടെ കാലഘട്ടത്തില് ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഗതി കെട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. തീർന്നടി, ഇന്നത്തോടെ തീർന്ന്, ഞാൻ പോവാ, ഇന്നൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ ഖലീഫ ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നു. ഇതിന് ഇന്നത്തോടെ ഒരു തീരുമാനമാക്കുമെന്ന്, പള്ളിയിൽ പോവാന്ന്, ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിൽ പോലെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പറഞ്ഞ പോലെ ഒരു ചങ്ങാതി നേരെ ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നു. പടപേടിച്ച് പന്തളത്ത് പോയപ്പം പന്തം കൊളുത്തി പടയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നപ്പോ പടച്ചവന് അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഭാര്യ ഉമർ തങ്ങളുടെ ഭാര്യ ഉമർ തങ്ങൾ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുക. ഈ ചങ്ങാതി ഇങ്ങനെ കണ്ടപ്പോ വിചാരിച്ചു, പടച്ചവനെ അല്ലാ, ഇത് വെച്ച് നോക്കുമ്പോ അതാ നല്ലത്, മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പോഴേ ഈ ഉമർ തങ്ങൾ ഈ രംഗം കാണുന്നുണ്ട്, ഇയാളിങ്ങനെ വന്നു പോണത്. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്നില്ല, എന്താ വന്നേ? ഒന്നുമില്ല. എന്തിനാ വന്നേ? ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പറയാൻ വന്നയാ. അപ്പൊ അവിടുത്തെ പെണ്ണുങ്ങളല്ലേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
കാരണം ഭാര്യമാരല്ലേ, അവര് നമ്മളോടല്ലാതെ വേറെ ആരോട് തീർക്കാനാ? നാട്ടുകാരോട് തീർക്കാൻ പറ്റുമോ? അവര് പറഞ്ഞോട്ടെ, നമ്മുടെ അടുത്തല്ലേ പറയണേ. ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. പക്ഷെ 5 മിനിറ്റ് സംസാരിച്ചാൽ തീരാത്തതൊന്നും ലോകത്തില്ലടോ. 5 മിനിറ്റൊന്നും മനസ്സ് തുറന്നിട്ട്. കാരണം എന്തേ? അവര് രണ്ടുപേരും ഒരു പുതപ്പിന്റെ കീഴിൽ കടന്നവരാ. അതുകൊണ്ട് അവരൊന്ന് സംസാരിച്ചാൽ തീരാത്ത ഒന്നുമില്ല. അതിനെ സംസാരിക്കാൻ വിടുവോ? സംസാരിക്കാൻ വിടുവോ? പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്ക. ഓ, താഴെങ്ങും വല്ല നിൽക്കുന്നേ. വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോഴേ പറയും, ഇനി അവൻ വിളിച്ചാ ഫോൺ എടുത്തേക്കരുത്, ബ്ലോക്കാക്കി വെച്ചേരെ. കാരണം സംസാരിച്ച പൊക്കളയും. മകളെ വിളിച്ചുകൊണ്ട് വരുമ്പോ തന്നെ പറയുന്നു, ബ്ലോക്കാക്ക്, ഫോണിങ്ങതാ, ഇനി വിളിക്കണ്ട. ചിലപ്പോ ഇവള് വിളിച്ച് അവന്റെ കൂടെ പൊക്കളയും. അത്രയ്ക്കും സ്വഭാവമാ സഹോദരിമാരെ. ഒരു 5 മിനിറ്റ് ഞാൻ പറയും. ഞാനൊരു മസ്ലഹത്തിനിരുന്നവനാ. വലിയ ഒരു കോടീശ്വരന്റെ കല്യാണം, 101 പവനും കാറൊക്കെ കൊടുത്ത കല്യാണമായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ ചർച്ചകളും പോയി അവസാനം ഈ 101 പവനും കാറും തിരിച്ചു വാങ്ങണമല്ലോ. അപ്പൊ പിന്നെ അഡ്വക്കേറ്റുമായിട്ട് 10-40 പേരുണ്ട് 2 കുടുംബത്തിൽ നിന്ന്. പള്ളി വന്നു. ഞാൻ നോക്കുമ്പോ ഭയങ്കര ബഹളം നടക്കുന്നു. ഞാൻ മിണ്ടിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്തേ ഒന്നും മിണ്ടാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ആ പയ്യനോടും പെണ്ണിനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ തന്ത പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി ആരും സംസാരിക്കണ്ടെന്ന്. ചർച്ചയൊക്കെ കഴിഞ്ഞു, ഇനി ആരും സംസാരിക്കണ്ട. ഉടനെ പയ്യന്റെ വാപ്പ പറഞ്ഞു, ഇപ്പൊ എന്താ ഉസ്താദ് സംസാരിച്ചപ്പോ എന്താ കുഴപ്പം? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അങ്ങാരോടുള്ള ദേഷ്യം കൊണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടി പിന്നെ വഴക്കായി. അങ്ങനെ ഒരു 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു. ഇതിന് രണ്ടിനെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ മദ്രസയുടെ മുകളിൽ പോയി. മദ്രസയുടെ മുകളിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. അല്ലാഹുവേ, അന്നേ ചോദിച്ചുള്ളൂ, പിന്നെ ജീവിതത്തിൽ ആരോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ആ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവരങ്ങോട്ട് തുടങ്ങിയതാത്താ. റഹ്മാനായ അല്ലാ, അവിടെ ബദർ ഉഹദും ഒക്കെ നടന്നടോ. ഈ അകത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് പുറത്തിറക്കണ്ടേ? അവിടെ എന്ത് ഉസ്താദ്, എന്ത് ഖതീബില്ലേ. ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഞാൻ മിണ്ടാതിരുന്നു, പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു. 2 പേരും അങ്ങോട്ട് വിയർത്തു. ഇത്തിരി വെള്ളമെല്ലാം കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എടാ അനിയ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടടാ, ഭാര്യയും ഭർത്താവും അല്ലേടാ, ഇത്രയും കാലം ജീവിച്ചതല്ലേ, പോട്ടെ, ഒരു അവസരം കൂടെ കൊടു. ഇവളെയോ, ഇവളുടെ കൂടെ ജീവിക്കാനോ? സുബ്ഹാനല്ലാഹ്, ഞാനില്ല ഉസ്താദെ. അവസാനം എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലായി ഇവര് പിരിയുമെന്ന്. അപ്പൊ ഞാൻ അവസാനത്തെ അടവെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു, താഴെ ചെന്ന് എഴുതി ഒപ്പിട്ടാൽ നിങ്ങൾ 2 പേരും 2 ആയി. അതുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാം പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടില്ലേ, എന്തായാലും പൊരുത്തൊന്ന് കെട്ടിപ്പിടിച്ചു, പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിക്കും. ഇപ്പൊ ഭാര്യയും ഭർത്താവുമാണല്ലോ. 2 പേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിമാന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിയിട്ട് ആ ഡോറങ്ങ് അടച്ചു. ഞാൻ ഇങ്ങനെ വെളിയിൽ കാത്തു നിൽക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ലടോ. എനിക്ക് ആകെ ടെൻഷനായി. അല്ലാ, താഴെ എന്നെ വെട്ടാനുള്ള ആൾ റെഡിയാ. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, എൻ്റെ അനുഭവം പറഞ്ഞേ. 5 മിനിറ്റ് കഴിഞ്ഞു, 7 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ? ഞാൻ ഉടനെ വാതിലിങ്ങോട്ട് തെള്ളി തുറന്നു. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ 2ഉം കൂടെ കെട്ടിപ്പിടിച്ച് ഇന്ന് കരയുന്നുണ്ട്. ഞങ്ങളെ പിരിപ്പിക്കല്ലോ ഉസ്താദേ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഖബറുംകാട്ടിലൂടെ ഒരു വഴിയുണ്ട്, ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിച്ചോ, വീട്ടിൽ പോയേക്കില്ലെന്ന്. 2നെ അതിലേ പറഞ്ഞു വിട്ട് കളഞ്ഞു. അള്ളാഹു സന്തോഷമുള്ള ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ജീവിക്കാൻ സമ്മതിക്കാത്തതാരാ? വാപ്പയും ഉമ്മയും. വാശിയടോ, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പെങ്ങളെ. നിന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. നീ വിചാരിക്കും നിന്നോടുള്ള പ്രേമം കൊണ്ടാണെന്ന്. കുറച്ച് കഴിയുമ്പോ നീ ബാധ്യതയാകും പെണ്ണെ. ഇതിനവസാനം എവന്റെയെങ്കിലും തലയിലൊന്ന് കെട്ടിവെക്കാൻ നോക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരിമാരെ, കഷ്ടപ്പാട് ജീവിതമെന്ന് പറഞ്ഞ ത്യാഗമാ എന്ന് പറഞ്ഞ എല്ലാം കേട്ടും കൊണ്ടും സഹിച്ചും ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നീ ചോദിക്കും, ഉസ്താദെ എങ്ങനെ ഉസ്താദെ? മോളെ, നബിതങ്ങൾ പറഞ്ഞത്, നിനക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനായിട്ട്, കഞ്ചാവടിക്കുന്നവനായിട്ട്, ചെലവിന് തരാഞ്ഞിട്ട്, ഉപദ്രവിച്ചിട്ട് പോലും മക്കളെ ഓർത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്.
ആത്മഹത്യ ചെയ്താൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു കൊടുത്ത ജീവിതം ഇനി എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന പെങ്ങളുണ്ട്. നിനക്ക് അല്ല തരാമെന്ന് പറഞ്ഞത് ആസിയ ബീവിയുടെ പ്രതിഫലം ചെറുതൊന്നുമല്ല. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കാര്യങ്ങൾ. എന്നിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ അടിമയെ വേണോ, എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? നിനക്കെന്താ വേണ്ടേ? അടിമയാണോ വേണ്ടത്? അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ചോദിക്കുന്നു, ഉപ്പാ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാണ് വേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുമോ ഫാത്തിമ? കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറയണേ ഫാത്തിമ. അള്ളാന്റെ റസൂൽ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഈ ദിക്ർ പറയണേ ഫാത്തിമ. ഇത് പറയാതെ ഉറങ്ങല്ലേ ഫാത്തിമ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകൾ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. ആ 29ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകൾ ലോകത്തോട് വിട പറയുമ്പോ അവസാനത്തെ ദിവസവും പറഞ്ഞിട്ടാ മരണപ്പെട്ടത്. ഇത് പറയുമായിരുന്നു പെങ്ങള് ഫാത്തിമ, ഒരു ദിവസം പോലും അത് മുടക്കില്ലായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. എന്റെ നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനും അത് മുടക്കിയിട്ടില്ല. ഞാനും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. മരിക്കുവോളം ഞാൻ മുടക്കുകയുമില്ല. അലിയാരിതങ്ങളും മരിക്കുന്ന കാലം വരെ പറഞ്ഞ നന്മയാണ്. പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുമ്പോ ചിന്തിക്കുന്നത്, സിറാജേ ഇത് പറയാനാണോ ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ഇത് പറയാനാണോ ഇത്രയും നേരമെടുത്തത്? കാരണം നമുക്കത് ചെറുതായി പോയടോ. നമുക്കതിന്റെ വിലയറിയുന്നില്ല, നമുക്കതിന്റെ മഹത്വം അറിയുന്നില്ല. എന്നാ പെങ്ങളെ അതിന്റെ വിലയറിയണോ സഹോദരി? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ്. അവര് വർഷാവർഷം ഹജ്ജിന് പോകുന്നു നബിയേ, അവര് ഉംറയ്ക്ക് പോകുന്നു നബിയേ, അവര് സക്കാത്ത് കൊടുക്കുന്നു നബിയേ, അവര് സദക്ക കൊടുക്കുന്നു നബിയേ. ഞങ്ങൾ പാവങ്ങളാ നബിയേ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ വേറെ ഒരു വസ്ത്രമില്ലാത്തവരാണ് ഞങ്ങള്. ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കുന്നത് പോയിട്ട് പടച്ചവനെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം പോലും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെങ്ങനാ നബിയേ ഞങ്ങൾ ഏത് കാലത്താ ഹജ്ജിന് പോകുന്നത്? നബിതങ്ങളുടെ മുമ്പിൽ പാവപ്പെട്ട സഹാബത്ത് വന്നിട്ട് പറയുക, പ്രതിഫലം മുഴുവൻ ഈ സമ്പന്നന്മാര് കൊണ്ടുപോകുന്നു. അവര് വർഷാവർഷം ഹജ്ജിന് പോകുന്നു, അവര് ഉംറയ്ക്ക് പോകുന്നു, അവര് സക്കാത്തും സദക്കയും കൊടുക്കുന്നു, മൊത്തം നന്മയും അവർക്ക്. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടവരോട് നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ചോദിച്ചു, നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം വേണോ? ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഹജ്ജിന് പോകാൻ പറ്റുമ്പോ നിർബന്ധമുള്ളവർ പോകുക തന്നെ വേണം കേട്ടോ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഓ,
വേണ്ടടോ, വെറുതെ എന്തിനാ? അല്ല, ഹജ്ജ് ചെയ്ത താത്താമാരാരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിക്കേ. കടലിന്റെ ഇങ്ങനെ കരയിൽ പോയി നിൽക്കുമ്പോ കടലിൽ കൂടെ കപ്പല് പോകുന്ന പോലെ ഏതോ ഒരെണ്ണം, അത്രയേ ഉള്ളൂ. ഹജ്ജ് ഫർളല്ലേ? ഹജ്ജ് ഫർളല്ലേ? ഫർളല്ലേ? നീ എന്താ പറയണത്? പൈസ ഇല്ല ഉസ്താദേ, ഇല്ലേ? ഹജ്ജിന് പോകാത്ത എന്താ പൈസ ഇല്ലാത്തോണ്ടാ? 5 സെന്റ് വിറ്റാ പോരെ? 5 സെന്റ് വിറ്റാ വീട് വിൽക്കണോ? വീട് വിൽക്കണോ? വേണ്ട, 5 സെന്റ് വിറ്റാ പോരെ ഹജ്ജിന് പോകാൻ. എന്നിട്ട് എന്തേ പോകാത്തെ? ഇപ്പൊ പെണ്ണുങ്ങളുടെ സ്വർണത്തിന്റെ വില അനുസരിച്ചിട്ട് 10 പവൻ വിറ്റാ മതി പെങ്ങളെ. അല്ലാഹു അലം. കടവാ, സൂക്ഷിച്ചു വെച്ചോ. ഈ അടുത്ത കാലത്ത് ഞാന് ഒരു മസ്ലഹത്തിൽ പങ്കെടുത്തു. വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പയുടെ സമ്പത്തെല്ലാം കൂടെ വിഹിതം വെക്കുക. അപ്പൊ മക്കള് തമ്മിൽ അഭിപ്രായ കോടിക്കണക്കിന് ആണ്ട്. അപ്പൊ ഞാൻ പോയപ്പോ പറഞ്ഞു, ആദ്യം ഒരു 7 ലക്ഷം രൂപ മാറ്റി വെക്കണം, ബാക്കി നിങ്ങൾ എടുത്തോ. ഒരു 7 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തോളാൻ. ഇപ്പൊ ചോദിച്ചു, എന്തിനാ 7 ലക്ഷം? ഈ കോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യന് ഹജ്ജ് ചെയ്യൽ ഫർളായിരുന്നു, അയാൾ ചെയ്തില്ല, അയാൾക്ക് പകരം ഹജ്ജ് ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. കഴിഞ്ഞു. ഇതാ അവസ്ഥ. അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രയ്ക്ക് അള്ളാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ സലീമക്കായും ഫാമിലിയൊക്കെ നമ്മളുടെ ഉംറയ്ക്ക് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞാൽ മതി, നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്ർ? ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പറയാറുണ്ടോ? എവിടെ? പള്ളിയിൽ പോകുന്നില്ലല്ലോ, പിന്നല്ലേ പറയാല്. പറയാറുണ്ടോ? ഈ ഫർദ് ഹിജാബൊക്കെ ഇട്ടിരിക്കണ വലിയ ആൾക്കാരെ പോലെ ഇപ്പോഴും കയ്യിൽ തസ്ബീഹല്ലേ? നീ പറഞ്ഞു ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചല്ലോ, ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഒരു വഖത്തെങ്കിലും പറഞ്ഞോ? ഓർത്തു നോക്ക്. അത് നിസ്സാര കാര്യമല്ല. നബി തങ്ങൾ പറഞ്ഞ ഹദീസ, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന നന്മയാ. അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണ്. മരിക്കുന്നതുവരെ ഫാത്തിമ ചെയ്തതാണ്, അലിയാര് തങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഞാനും നിങ്ങളോട് പറയുകയാ, സഹോദരാ, ഈ നന്മ നമുക്കും ചെയ്യാമടോ. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്നിവിടന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞു, അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു. കിടക്കാൻ വേണ്ടി കിടപ്പറയിലേക്ക് കടന്നു വന്നു. ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ നിനക്കൊന്ന് പറയാൻ കഴിയുമോ? ഇന്നൊരു ദിവസമെങ്കിലും പറയാൻ കഴിയുമോ? അല്ലാഹ് പറഞ്ഞതാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മയ്ക്ക് വേണ്ടി നമുക്ക് മത്സരിക്കാം. അല്ലാഹുവേ, ആ നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. എന്നും ചെയ്യണോന്ന് ഞാൻ പറയണില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നീ അരക്കയ്യം എന്താപ്പാ കൈപൊക്കിയ? അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ, ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാൻ നീ ഭാഗ്യം തരണേ പടച്ചവനെ.
അള്ളാഹുവെ ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അള്ളാഹുവെ ഹൗലുൽ കൗസർ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ പൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. പൈസ ഒന്നും ചോദിച്ചില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ കൈ പൊക്കിക്കോ, ഒരവസരം കൂടെ തരാം, പൊക്കിക്കോ. ഇപ്പം എല്ലാം പൊങ്ങും. ഇനി പൊക്കാത്തവരൊന്നും പൊക്കണ്ട, ഇനി പൊക്കാത്തവൻ പൊക്കണ്ട. ഓനെ പൊക്കിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. ചിലതങ്ങനെ, അതിനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഒരു നല്ല കാര്യം. ഇപ്പൊ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ 2 കൈയും പൊക്കിയവരുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് ആ കിടക്കപ്പായിൽ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യാതെ ഉറങ്ങത്തില്ല ഞാൻ എന്ന് പറഞ്ഞ് വാശിയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നിനക്ക് ആ സ്വർഗത്തിൽ പോകാൻ ഒരു അവസരമുണ്ട്. അള്ളാഹു നമുക്ക് ആ അവസരം നൽകുമാറാകട്ടെ, ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഒന്നാമത്തെ അടയാളം ഒരു നല്ലത് പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും. അള്ളാഹു ആ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 11 മണിയായി, 11 മണിയായി. മടുത്തു തുടങ്ങിയ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലാനുള്ളതാ, പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാ. ഇനി 3-4 ദിവസം അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇത് ചുമക്കണമെന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കണം. പടച്ചവനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചിന്തിച്ചു പോയി, ഇത് എൻ്റെ കയ്യിലൊന്ന് കെട്ടിയിട്ട് ഇത്തിരി നേരമായപ്പോൾ തന്നെ ഇപ്പോഴീ ക്യാൻസറും മാരകമായ രോഗങ്ങളുമായി നടക്കുന്നവരില്ലേ, ഈ ഡയാലിസിസ് ചെയ്യുന്നവരുടെ അവസ്ഥ ഞാൻ ചിന്തിച്ചു പോയി. ചിലരുടെ കഴുത്തിൽ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ആ സാധനം ഇവിടെ കഴുത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ, ചിലരുടെ കാലിൻ്റെ തൊടയിൽ. അള്ളാഹുവേ, അങ്ങനെ അവസ്ഥകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞാനിന്നിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കാസർഗോഡുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എൻ്റെ കുടുംബത്തിലൊരാൾക്ക് കാലിന് ക്യാൻസറുമായിട്ട് RCC പോയതാ. മയ്യത്ത് അവിടുന്ന് വിട്ടു, രാവിലെ വിടത്തും. കാസർഗോഡുകാരാ. എൻ്റെ പ്രിയപ്പെട്ടവരെന്തെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലടോ. ഓരോ രോഗങ്ങൾ പറയുമ്പോൾ എന്താണെന്നറിയില്ല. അള്ളാഹുവിൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചോനെ. ബക്കറ്റുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരു സദക്ക. നബിതങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരും ഒരു സദക്ക എടുത്ത് വരാനിരിക്കുന്ന വിപത്തുകൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ സദക്ക തട്ടിമാറ്റുമെന്നാണ്. എന്തെല്ലാം രോഗങ്ങളാണ്. ഇന്നലെ എൻ്റെ കൂടെ ഞാൻ ജുമാ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഷിഹാബ് എന്ന് പറയുന്ന എൻ്റെ കൂടെ നടക്കുന്നൊരു പയ്യനുണ്ട്. അവൻ ഇന്ന് RCCയിലേക്ക് പോകുന്നു. അവൻ്റെ കുടുംബത്തിലൊരാൾ വളരെ സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാഹക്കുണ്ട്, ഉസ്താദേ, എത്ര കുഞ്ഞുങ്ങളാ ഉസ്താദ് അവിടെ കിടക്കുന്നേ. അവിടെ വലിയവരെക്കാൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലിച്ചു നോക്കടോ, ചെറിയ പാല് കുടിക്കുന്ന, കളിച്ചും ചിരിച്ചും നടക്കുന്ന മക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല സഹോദര. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണെന്ന് പടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പഠനമനുസരിച്ചിട്ട് പടച്ചവനെ, ഒരു 9 പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരുന്ന കാലം വരാൻ പോവുകയാണ്. 9 പേരെ എടുത്താൽ അതിലൊരാൾക്ക് ക്യാൻസർ. ഇതുപോലെയുള്ള രോഗങ്ങൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സദക്ക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങളെ തട്ടിമാറ്റുന്ന മരുന്നാണ് സദക്ക. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അപകടങ്ങളെ തട്ടിമാറ്റുമടോ, നഷ്ടമാകില്ല ചെറുപ്പക്കാരാ. വണ്ടിയിൽ സഞ്ചരിക്കുന്നവനല്ലേ മോനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സുകൾ മുഴുവനും കരഞ്ഞുപോയ രംഗമാണ് ഈ അടുത്തുണ്ടായ 2 അപകടങ്ങൾ. പടച്ചവനെ, ആലപ്പുഴ ജില്ലയിൽ പടച്ചവനെ, ഡോക്ടറിന് പഠിക്കുന്ന 5 മക്കളാണ്.
ഒറ്റയടിക്ക് പോയത്. 5 വിദ്യാർത്ഥികൾ. പടച്ചവനെ എന്തെല്ലാം പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത്. പടച്ചവനെ 2 ദിവസം മുമ്പല്ലേ പാലക്കാട്. അല്ലാഹുവേ പടച്ചവനെ ആ പെൺമക്കളുടെ മുഖം ഓർമ്മ വരുന്നടോ. അല്ലാഹുവേ ഒരുമിച്ച് പഠിച്ചും കളിച്ചും ചിരിച്ചും നടന്ന കൂട്ടുകാര് അവരെല്ലാം ഒരുമിച്ചായിരുന്നു. അവര് ബൈക്കിൽ പാഞ്ഞവരല്ല, അവര് കാറിൽ പാഞ്ഞവരല്ല. പടച്ചവനെ റോഡിലൂടെ നടന്നുപോയ മക്കളല്ലേ സഹോദരാ. അല്ലാഹുവേ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവരെ നാളെ സ്വർഗത്തിന്റെ മുമ്പില് അവരുമ്മാനെയും ഉപ്പാനെയും കാത്തു നിൽക്കണേ അല്ലാ. പടച്ച റബ്ബേ അവരുടെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി സ്വീകരിക്കണേ അല്ലാ. സഹോദരാ അപകടങ്ങൾ വല്ലാതെ പെരുകുകയാണ്. അതുകൊണ്ട് നഷ്ടമാകില്ലടോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്തു. അത് പാപങ്ങൾക്കുള്ളതാ, അത് യതീമീങ്ങൾക്കുള്ളതാ, അത് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാപപ്പെട്ട രോഗികൾക്കുള്ളതാ. കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ നന്മ ഏതെന്നറിയോ? വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം എന്താ? വയദുഊനനാ റഗബൻ വറഹബാ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എന്ത് സങ്കടം വന്നാലും, എന്ത് രോഗം വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവരല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന 2 അവരല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളും ദുആ ചെയ്യില്ലേ? നിങ്ങൾ എന്താ എന്നെ നോക്കാൻ തലകുനിച്ചിരിക്കും? ദുആ ചെയ്യൂലേ? നമ്മളും ദുആ ചെയ്യും. എല്ലാവരും ദുആ ചെയ്യില്ലേ? നമ്മുടെ ദുആയെ കുറിച്ച് പറയാതിരിക്കല നല്ലത്. നമ്മുടെ ദുആയെ കുറിച്ച് പറയാതിരിക്കല നല്ലത്. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുമോ? സ്വീകരിക്കുമോ ഇല്ലേ? ഉള്ളത് സ്വീകരിക്കുമോ ഇല്ലേ? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ മിഹ്റാബിൽ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ദുആ ചെയ്യും. ആമീനിന്റെ ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ? എവിടെ ആമീനിന്റെ ശബ്ദമുണ്ടോ? പോട്ടെ, കയ്യെങ്കിലും ഒന്ന് നേരെ പിടിക്കാറുണ്ടോ? ഇങ്ങനെ ഇട്ടേക്കുക, വേണമെങ്കിൽ തന്നാ മതി അല്ലാ, വേണമെങ്കിൽ തന്നാ മതി അല്ലാ, ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുക. ഇവിടെ ഒന്ന് കൈ പോലും ഉയർത്തിപ്പിടിക്കാനുള്ള മനസ്സ്. നമ്മൾ സദ്യ ഉണ്ണാനിരിക്കണവർ ഇങ്ങനെ ഇരിക്കുക, ഇനി ഇലയിട്ട് വിളമ്പിയാൽ മതി. ദുആ ചെയ്യുമ്പോ ഒരു ആമീൻ പറയുന്ന ശബ്ദം പോലും എവിടെ? ഖതീബിന് തന്നെ തോന്നുന്നുണ്ടാവും, പടച്ചോനെ ഞാൻ ഇത് ആർക്ക് വേണ്ടിയാ അല്ലാ ചെയ്യണേന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഉസ്താദ് ആരപ്പാ? ഞാൻ ഉസ്താദന്മാരുടെ പൊതുവായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ടോ ഉസ്താദ് തന്നെ. കാരണം ആമീന്റെ ശബ്ദമൊന്നുമില്ല. വാപ്പാടെ വായിക്കകത്ത് നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജനറൽ ബോഡിയിൽ പോയാൽ മതി. സിംഹം നിൽക്കുന്ന പോലെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഈ വാപ്പായ്ക്ക് ആമീൻ പറയാൻ നാവൊന്നും വരില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിന് തോന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഒരു മരിച്ച വീട്ടിൽ എന്നെ കൊണ്ടുപോയി. എന്നെ ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. കൊണ്ടുപോയി ഒരു റൂമിനകത്ത് ഇരുത്തിയിട്ട് ഇവന്മാര് മുഴുവനും അങ്ങ് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാസീൻ ഓതി
ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് വിളിക്കണ, കാക്കാ ദുആ ചെയ്യാൻ പോവാ, ഉസ്താദ് ദുആ ചെയ്തോളെ. എടാ, ഒരു വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചു, ഇമാരാരും വരുന്നില്ല. ഇവര് മറ്റേ ബിരിയാണി ചെമ്മിൻ്റെ സൈഡിൽ നിൽക്കുക. ഞാനാണെങ്കിൽ യാസീന ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇവർക്കാർക്കും വേണ്ട. അവസാനം ഞാൻ പറഞ്ഞു, പടച്ചവനെ എൻ്റെ വാപ്പാടെ കബറി കൊടുത്തേക്കണേ അല്ലാ ഈ യാസീനെന്ന്. എൻ്റെ വാപ്പാക്കെങ്കിലും ഇരിക്കട്ടെ, വെറുതെ വേസ്റ്റായി കളയണ എന്തിനാ? ഇവിടെ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥ ഇത് തന്നെ. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ആളില്ല, പിന്നെ അദ്ദേഹം ചോദിക്കും എന്താ ആർക്കല്ല ഇത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പോട്ടെ, ഉസ്താദ് ദുആ ചെയ്തപ്പോൾ ഒരു ദിവസം ആമീൻ കേൾക്കുന്നുണ്ട്. പതിവില്ലാതെ ഉണക്കുകാലത്ത് മഴ പെയ്യണത് പോലെ ഉസ്താദിന്റെ ദുആ കേട്ടപ്പോൾ ആമീൻ. അല്ലാഹ്, ഇത് ആരാ അല്ലാഹ് പടച്ചവനെ പള്ളിക്കകത്ത് നിന്ന് ആമീൻ? ഉസ്താദ് ഉടനെ ദുആ അങ്ങ് നീട്ടി. എന്ത് സന്തോഷം കൊണ്ട്. അല്ലാ നീ നല്ല മരണം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ചങ്ങാതി ആമീൻ ആമീൻ ആമീൻ. ഇവന്റെ ആമീൻ കേട്ടിട്ട് തൂണി ചാരിയിരിക്കണ വാപ്പ വരെ നോക്കുന്നു, അല്ലാ എന്ത് പറ്റി പടച്ചവനെ ഇതെന്ന്. പക്ഷെ ഇവന്റെ ആമീൻ കേട്ടപ്പോൾ ഉസ്താദിന് ഒരു സംശയം, ഇവന് വല്ല കിളി പോയതാണോന്ന് അറിയത്തില്ലല്ലോ. ഇവൻ അങ്ങനത്തെ ആമീനാ പറയണേ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഇവനെ ഒന്ന് നോക്കി. ഈ ആമീൻ പറയുന്നവനെ നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോൾ 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ ആമീൻ പറയുന്നവൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം, നാളെയാണ് നാളെയാണ് നാളെയാണ്, ശനിയാഴ്ച ബമ്പർ, ചൊവ്വാഴ്ച ബമ്പർ. പടച്ചവൻ അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം മനസ്സിലായോ? ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയത്തില്ല. ഓണ ബമ്പർ എത്ര കോടിയായിരുന്നു? നിങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലേ? എല്ലാ മലക്കുകൾ ഇരിക്കണ, ഒറ്റ മനുഷ്യനും അറിയത്തില്ല. ലത്തീവേ, ഇരിക്കണ ആർക്കും അറിയത്തില്ല. ഓണം എൻ്റെ പൊന്ന് സിറാജ 500 പോയിട്ടിരിക്കോ, ഓർമ്മിപ്പിക്കല്ലേ അല്ലേ? എത്ര സലീമക്ക? നമ്മൾ 25 കോടി രൂപയുടെ അടിച്ചത് അയൽവാസിക്ക. അവനും പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഓനും പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാലോചിക്ക്. അടിക്കണത് ആർക്കാ? നമ്മുടെ കൗമിനാ ഇപ്പൊ. അല്ലാഹു അല അൽഹംദുലില്ലാ. ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹു ഓർത്തല്ലോ അവൻ, അതാ സന്തോഷം. അല്ലാഹു അലം. എത്ര വന്നാലും ഉമ്മത്ത് പഠിക്കണില്ല. എടാ, അധ്വാനിച്ചുണ്ടാക്കുന്നതേ വാഴത്തുള്ളൂ. എന്താ മനസ്സിലാക്കാത്തെ? കഴിഞ്ഞ വർഷം ഇതുപോലെ ലോട്ടറി അടിച്ചവന്റെ വാർത്തയുണ്ടായിരുന്നു. ഓൻ പറയുന്നുണ്ട് ജീവിതത്തിൽ ഇത് ആർക്കും അടിക്കരുത്, അടിച്ചാൽ സമാധാനം പോവെന്ന്. ഞാനാണ് പെട്രോൾ പമ്പിൽ പോയി വണ്ടി ഓടിച്ചു പോയപ്പോ ഇപ്പൊ ഈ കമീസ് ഇടുന്നത് കാരണം ഞാൻ തൊപ്പിയില്ല തലയിൽ. ചൂടായത് കാരണം വണ്ടിക്കകത്തായതുകൊണ്ട് തൊപ്പി ഊരി വെച്ചു. അപ്പൊ പെട്രോൾ പമ്പിൽ കയറി ചെന്ന് എണ്ണ അടിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ 25 കോടി 4 ദിവസം കൂടെ ഉള്ളെന്ന്. അവർ വിചാരിച്ച് ഞാൻ പള്ളിയിൽ അച്ഛനാന്ന്. ഞാൻ തിരുത്താനൊന്നും പോയില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അച്ഛാ 4 ദിവസം കൂടെ ഉള്ളു, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, 25 കോടി രൂപയാ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഭാഗ്യവാന അടിക്കുമെന്ന്, ധൈര്യമായിട്ട് എടുത്തോളെ. എന്നെ അങ്ങനെ പൊക്കാനൊന്നുമില്ല അവര്. നിങ്ങളുടെ മുഖം. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഇത് അടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടുവെക്കും? ബാങ്കിൽ കൊണ്ടിടാന്ന്. ഞാൻ പറഞ്ഞു, അവിടെ കൊണ്ടിട്ട് വേണം ഇനി അമ്മമാര് പിടിക്കാൻ. അവരെൻ്റെ എന്നാ എനിക്കെടുത്താ ഞാനെങ്ങനെ രക്ഷപ്പെടട്ടെ? ഞാൻ പറഞ്ഞു, 500 രൂപ വേണേ വെറുതെ തരാം, എന്നാലും ഇത് എടുത്തു തരില്ല. ഞാൻ അവരങ്ങ് പോയി. ഞാൻ പറഞ്ഞു ഇത് പാവാന്ന് പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി. ഞാൻ എണ്ണ അടിക്കുന്ന ആ പമ്പി ജോലി ചെയ്യണ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾ എന്നെടുത്തില്ലേന്ന്, നിങ്ങൾക്ക് എടുത്തൂടെ എന്ന്. അപ്പം അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇവിടെ ഞാൻ ജോലി ചെയ്താൽ 650-700 രൂപ കിട്ടും, അതിനകത്ത് കിട്ടുന്ന സന്തോഷം അതിനകത്ത് കിട്ടത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ചേച്ചി പറഞ്ഞതാടോ, അധ്വാനിച്ചുണ്ടാക്കുന്ന 600 രൂപയ്ക്ക് വിലയുണ്ട്, ഓസിന് കിട്ടുന്ന 25 കോടി അത് വന്നതുപോലെ തിരിച്ചു പോകും, പോകുമ്പോ അടങ്കലോടെ കൊണ്ടുപോകും. അതുകൊണ്ട് മനസ്സിലാക്ക്. ഇപ്പൊ കയറി കിടക്കാൻ ഒരു വീടെങ്കിലും ഉണ്ട് അല്ലേ? 25 കോടിയുമായിട്ട് വന്നു, പോകുമ്പോ നിന്റെ വീടിന്റെ അടിക്കല്ലൂടെ ഇളക്കിക്കൊണ്ട് പൊക്കളയും. അല്ലാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയിലിരുന്ന് ആമീൻ പറയുന്നവന്റെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. അപ്പൊ ദുആ ചെയ്യുന്നവനും ആമീൻ പറയുന്നവന്റെയും അവസ്ഥ ചിന്തിക്ക്. ഇങ്ങനെ ദുആ ചെയ്യുന്നവനെ കുറിച്ചല്ല അല്ലാഹു പറഞ്ഞേ, വയദഊനനാ റഗബൻ വറഹബാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എങ്ങനെ ദുആ ചെയ്യുന്നവർ അതിന് ഉദാഹരണം അല്ലാഹു പറയുകയാ. അതിന്റെ ഉദാഹരണം അല്ലാഹു തന്നെ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടല് കാണുന്നവരാണ്, കടപ്പുറത്ത് പോകുന്നവരാണ്. ആ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ നമ്മൾക്ക് അതിന്റെ അടുക്കലേക്ക് പോകാൻ വല്ലാത്ത പേടിയാണ്. പെട്ടുപോയാ രക്ഷപ്പെടില്ലല്ലോ. എന്നാ സഹോദരാ, നീ കടലിന്റെ നടുക്കോട്ട് പോയി നോക്ക്. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാണ് മോനേ. ആ നടുകടലിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാൽ, ആ നടുകടലിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാ, എത്ര വലിയ നീന്തലറിയുന്നവനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലടോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. ആ തിമിംഗലം എന്ന് പറയുന്ന മീന് അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മീനിന്റെ വയറ്റിലെങ്ങാണം ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയാലോ, ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീൻ ആ തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാ പെങ്ങള്? എന്നാൽ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലേക്ക് യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് പോവുകയാണ്. നടുകടലിൽ വലിച്ചെറിയപ്പെട്ടു. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഏറ്റവും വലിയ മീനായ തിമിംഗലം, ആ തിമിംഗലം കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിലാണ്. ആ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്താ യൂനുസ് എന്ന് പറയുന്ന മനുഷ്യന്, ആ പ്രവാചകൻ കിടക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടാനാ? ഞാനും നിങ്ങളും തലകുത്തി കിടന്ന് ചിന്തിച്ചാൽ 1% പോലും രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ലടോ. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാ. വനദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് എല്ലാ വഴികളും അടഞ്ഞപ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുന്നു, അല്ലാ, ഏതൊക്കെ വഴികൾ അടഞ്ഞാൽ നിനക്ക് കഴിയുമല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഇതിനാ പെങ്ങളെ ദുആ എന്ന് പറയുന്നത്. ചെറുപ്പക്കാരാ, ദുആ എന്ന് പറയുന്നത് ഇതിനാണ്. ഇതാ പറഞ്ഞത് വയദഊനനാ റഗബൻ വറഹബാ. ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. ഇങ്ങനെ പ്രതീക്ഷയോട്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ കൈയൊടിഞ്ഞാലും എന്റെ റബ്ബെന്നെ കൈയൊഴിയൂല. അല്ലാഹുവിന് 1 സെക്കൻഡ് മതിയല്ലോ, എന്റെ റബ്ബിനൊരു നിമിഷം മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് പേര് ഇവിടെയുണ്ടല്ലോ. നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ സഹോദരാ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ പ്രതീക്ഷയോടെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല സഹോദരിമാരെ. നമുക്ക് പക്ഷേ അങ്ങനെ ദുആ ചെയ്യുന്നവർക്കാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുള്ളത്. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? നിരാശയാ സഹോദരാ, നിരാശയാ ചെറുപ്പക്കാരാ. പ്രതീക്ഷയില്ലടോ, നമുക്ക് പ്രതീക്ഷയില്ലടോ. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെപ്പാ, അയ്യ ഇരുന്നോട്ടെ, കുറച്ചേരി ഇരുന്നോട്ടെ. 3 സ്വലാത്ത് പറഞ്ഞു. സ്വല്ലല്ലാഹു
പക്ഷെ അതേ നിർത്താം. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയത് നിരാശയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തേ അള്ളാനെ വിചാരിച്ചാൽ നിന്റെ രോഗം മാറ്റിത്തരാൻ പറ്റൂലേ? ഒരൊറ്റ സെക്കൻഡ് പോരെ അള്ളാഹിക്ക്. ഏത് രോഗം? അള്ളാഹിക്ക് മരുന്നിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. എടാ, നിന്റെ കടം മാറ്റാൻ, നിന്റെ പ്രയാസം മാറ്റാൻ, നിന്റെ സങ്കടം മാറ്റാൻ അള്ളാന് സെക്കൻഡ് പോരെ. എന്നിട്ട് നീ എന്തിനാ നിരാശപ്പെടുന്നു? എന്തിനാ? ഈ മക്കളില്ലാത്ത ചങ്ങായിമാരില്ലേ, ഭർത്താവ് പറയുന്നു ഓള്ള കുഴപ്പാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭാര്യ പറയുന്നു ഓന്റെ കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പുതിയാപ്പിളയുടെ കുഴപ്പം. പുതിയാപ്പിള എന്നിട്ട് വിളിക്കാം. ആര് പറഞ്ഞു നിന്റെ കുഴപ്പമില്ലെന്ന്? എടാ, പെണ്ണുങ്ങൾ പറയാ, എൻ്റെ അമ്മ പറയാ അവക്ക് കുഴപ്പമൊന്നുമില്ല, ഓന്റെ കുഴപ്പം. അല്ലാഹു അലം. എന്നാ ഈ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാനോട് ദുആ ചെയ്യാറുണ്ടോ? താത്ത, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ല പറഞ്ഞതാ എന്നോട് ദുആ ചെയ്താൽ ഞാൻ സ്വീകരിക്കും. ആര് ദുആ ചെയ്താലും ഞാൻ സ്വീകരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഇത് അല്ല പറഞ്ഞതാ. എന്തുകൊണ്ട് അല്ല തരുന്നില്ല നിനക്ക്? അവിടെയാ ചിന്തിക്കേണ്ടത്. സിറാജ് അള്ളഹാനോട് ഇന്ന് വരെ എന്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചത് മുഴുവൻ അല്ല തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? എൻ്റെ റബ്ബിനോട് ഞാൻ ഇന്ന് വരെ ചോദിച്ച ഒന്നും തരാതിരുന്നിട്ടില്ല എൻ്റെ അള്ളാഹ്. കാരണം എൻ്റെ വിശ്വാസമാണോ അത്. ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു പറഞ്ഞ ഒറ്റ വാക്കില്ല. വൈദാ സല്ല പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്ക്, ഞാൻ തരും. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും. ചോദിക്ക്. അള്ളാഹു നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. മക്കളില്ലാതെ അടക്കുന്ന ചങ്ങാതിയോട് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ ദുആ ചെയ്യുന്നില്ല? കണ്ട ഹോസ്പിറ്റലും എന്തെല്ലാം മരുന്ന് കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിച്ചു. ഞാൻ ഒരു ദുആ പറയട്ടെ, ഒരു ദുആ ഞാൻ പറയട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയുന്നത് 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ഇനി പ്രസവിക്കൂല, തീർന്നു. 40 കഴിഞ്ഞാൽ പിന്നെ 40, 45 ആയാൽ പിന്നെ പ്രസവിക്കൂല. ഡോക്ടർ അല്ല പറഞ്ഞു, അതാവസ്ഥ. 35 ഗർഭിണി ആവത്തില്ല, കൗണ്ടിങ് ഇല്ല, മെൻസസ് നേരെയാകുന്ന പീരീഡ് നേരെ എന്താ പറയാ, നിങ്ങളുടെ ഭാഷയും ഞങ്ങളുടെ ഭാഷയും തമ്മില്ലേ, മാസം അത് ക്ലിയർ ആകുന്നില്ല അല്ലേ, അതില്ല ഇതില്ല. ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശ്വസിച്ചേ പറ്റൂ. അള്ളാഹ് പറഞ്ഞതാ ഇത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയിൽ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ വളരുന്നുണ്ട്. ഈസാ നബിയുടെ ഉമ്മ, മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ആ മഹദി വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് അവർ മനസ്സിൽ നിയത്ത് ചെയ്തു, പടച്ചവനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം. പക്ഷെ പ്രസവിച്ചപ്പോൾ പെണ്ണായി പോയി. പക്ഷെ വാക്കു പാലിച്ചു, കുഞ്ഞിനെ പള്ളിക്ക് തന്നെ കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെ വളർത്തുന്നത്. അങ്ങനെ സക്കരിയ നബി ഒരിക്കൽ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി ചെല്ലുമ്പോ ഈ മറിയം ഇങ്ങനെ പഴം കഴിക്കുന്നുണ്ട്. ഒന്ന്, ആ പഴം സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. 2, ആ പഴം ആ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് പോലും, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാനില്ലാത്ത പഴം, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴം. ആ പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് മറിയം എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി ചോദിച്ചു, മറിയമേ, ഇതെവിടെ നിന്ന് നിനക്ക് ലഭിച്ചു? ഖാലതു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എടുത്തു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി സക്കരിയ നബിക്ക് മക്കളില്ല. 100 വയസ്സ് കഴിഞ്ഞു.